പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമുക്കൊരു കാര്യം പറഞ്ഞു തരികയാണ്. അതായത് ഏതെങ്കിലും വിധത്തിൽ നീ സുവിശേഷം പറഞ്ഞാലും ആ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചുവെങ്കിലും നീ അതിനെക്കുറിച്ച് ഒട്ടും അഹങ്കരിച്ചേക്കരുത്. എന്തു പറയണം? പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് ഞങ്ങളെന്ന് പറയണം. ഈ കഴിഞ്ഞ ദിവസം എനിക്ക് 2-3 വോയിസ് ക്ലിപ്പ് കിട്ടി. അതായത് ഞാൻ ശുശ്രൂഷ ചെയ്തപ്പോൾ ഒരാൾക്ക് സൗഖ്യമുണ്ടായിരുന്നു. വേറൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു കുഞ്ഞ് ഇങ്ങനെ കാര്യം പറയുകയായിരുന്നു. ആ കുഞ്ഞിന് ഞാനവിടെ ചെന്ന് നിന്നുകൊണ്ട് ഒത്തിരിയേറെ മാറ്റങ്ങൾ സംഭവിച്ചുവെന്നും ഒക്കെ. ഇത് കേൾക്കുമ്പോൾ ഇന്നത്തെ ഈ വചനമാണ് ഞാൻ ഓർക്കുന്നത്. കാരണം ഇത് ചെയ്തത് ആരാ? ഞാനാണോ? ഒരിക്കലും അല്ല. അപ്പോൾ ഈ ശുശ്രൂഷ ചെയ്തത് മുഴുവനും ആരാണ്? സർവശക്തനായ തമ്പുരാനാണ്. നമ്മയൊക്കെ ഉപകരണമാക്കി നിന്നെയും എന്നെയും ഉപകരണമാക്കും. നീ ചിലപ്പോൾ ഒരു വാക്ക് പറയുമ്പോൾ ഒരു വ്യക്തി ആശ്വസിക്കുന്നുണ്ടാവും. അത് നീ മുഖാന്തരമാണോ? അല്ല, നിന്നിൽ ദൈവം ചൊരിഞ്ഞ കൃപയാണ്. അതുകൊണ്ടാണ് ദൈവകൃപയാണ് എന്നിൽ അധ്വാനിച്ചതെന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മളൊന്ന് ചിന്തിച്ചേക്കണം, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുള്ളതിനാൽ ആണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതെനിക്കും നിനക്കും സംഭവിക്കുന്ന മനോഹരമായ കാര്യമാണ്. എന്ത് സംഭവിച്ചാലും ഞാൻ വെറും പ്രയോജനമില്ലാത്ത ദാസനാണ് എന്ന് ചിന്തിക്കുവാനുള്ള കൃപാവരം നമുക്ക് ഏവർക്കും ലഭിക്കട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.